നമസ്കാരം. എല്ലാവർക്കും KSR ക്ലാസിന്റെ 10ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജോയിനിങ് ടൈമിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജോയിനിങ് ടൈം എന്ന് പറഞ്ഞാൽ അഡീഷണൽ നമ്പർ ഓഫ് ഡേയ്സ് allotted to an officer when he is under orders of transfer after his relief from the first office before joining at the new station. He is given with certain number of days. അതാണ് നമ്മുടെ ജോയിനിങ് ടൈം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് നിയമങ്ങളുണ്ട് അതിന്. എന്തൊക്കെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ നമ്പർ ഓഫ് ഡേയ്സ് കണക്കാക്കുന്നത്, അതാണ് വിശദമായി പഠിക്കുന്നത്. ഇതിനെ നമ്മൾ ട്രാൻസിറ്റ് പീരിയഡ് എന്നും പറയും. സാങ്കേതികമായിട്ട് അതിനെ ട്രാൻസിറ്റ് പീരിയഡ് എന്നാണ് പറയുക. സർവീസ് ബുക്കിലും സ്പാർക്കിലും ഒക്കെ ട്രാൻസിറ്റ് പീരിയഡ് എന്നാണ് ഈ ജോയിനിങ് ടൈമിനെ നമ്മൾ സാങ്കേതികമായിട്ട് അറിയപ്പെടുക. അങ്ങനെയാണ് നോട്ട് ചെയ്യുക, ട്രാൻസിറ്റ് പീരിയഡ് എന്നാണ്. ഈ ജോയിനിങ് ടൈം എന്ന് പറഞ്ഞാൽ അത് പ്രിപ്പറേറ്ററി ടൈമിൻ്റെയും ജേണി ടൈമിൻ്റെയും ടോട്ടലാണ്. ജോയിനിങ് ടൈം ഈസ് ദ ടോട്ടൽ ഓഫ് പ്രിപ്പറേറ്ററി ടൈം ആൻഡ് ജേണി ടൈം. പ്രിപ്പറേറ്ററി ടൈം എന്ന് പറഞ്ഞാൽ പുതിയൊരു സ്റ്റേഷനിൽ പോയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചില പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടാവും. ചില ഫാമിലിയെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അദ്ദേഹം പഴയ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ താമസ സ്ഥലത്ത് നിന്ന് ഗൃഹോപകരണങ്ങളും മറ്റും പുതിയ താമസ സ്ഥലത്തേക്ക് മാറ്റേണ്ടി വരും. കുട്ടികളെ ചിലപ്പോൾ പുതിയ സ്കൂളിലേക്ക് മാറ്റി ചേർക്കേണ്ടി വരും. ഇതെല്ലാറ്റിനും കൂടി അലോട്ട് ചെയ്യുന്ന സമയമാണ് പ്രിപ്പറേറ്ററി ടൈം. ഒന്നത്. രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ ജേണി ടൈം, യാത്രയ്ക്ക് അനുവദിക്കപ്പെട്ട സമയം. ഇത് രണ്ടിൻ്റെയും കൂടി ടോട്ടലാണ് നമ്മൾ എന്ത് പറയണത്, ജോയിനിങ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജോയിനിങ് ടൈം ആർക്കൊക്കെയാണ് ലഭിക്കുക? അപ്പൊ പറഞ്ഞു, when an officer is under orders of transfer, അദ്ദേഹത്തിന് ആ സമയത്ത് ജോയിനിങ് ടൈം ലഭിക്കും. പിന്നെ ഏൺ ലീവിലുള്ള ഒരാള് while he is under or while he is enjoying earn leave, he is transferred to a new station. അങ്ങനെയാണെങ്കിലും after the expiry of his earn leave, he can take joining time as per rules. അത് ഏൺ ലീവ് പ്രത്യേകം പറയാൻ കാരണം, മറ്റ് ടൈപ്പിലുള്ള ലീവ് ആണെങ്കിൽ ജോയിനിങ് ടൈം ഈ രീതിക്ക് അല്ല കണക്കാക്കുക. അതിന് വേറെ രീതികളുണ്ട്. അത് നമുക്ക് വഴിയെ പഠിക്കാം. ഏൺ ലീവും വിശദമായി വഴിയെ പഠിക്കണം. ഇപ്പൊ നമ്മൾ പറയുന്നത് ഏൺ ലീവിലാണെങ്കിൽ മാത്രം, ഏൺ ലീവ് എന്നാണോ കഴിയുന്നത് അതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജോയിനിങ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റു ലീവിലാണെങ്കിലോ അത് അങ്ങനെയല്ല. അത് വിശദമായിട്ട് അതിന്റെ ചാപ്റ്റർ വരുന്നുണ്ട്, അപ്പൊ പഠിക്കാം. ഇപ്പോ നമ്മൾ കൂടുതൽ വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഈ ഓഫീസറുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസ്ഫറിനും ഇതുപോലെ പ്രിപ്പറേറ്ററി ടൈമും ജേണി ടൈമും എടുക്കാൻ പറ്റുമോ? ഏതൊക്കെ വിധത്തിലാണ് ജോയിനിങ് ടൈം നമ്മൾ കണക്കാക്കുന്നത്? അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പറയുകയാണ്. ഇപ്പോൾ ഒരു ഓഫീസർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് when officer is under orders of transfer, if the office to which he is directed to join situated within the same building, ഒരേ ബിൽഡിങ്ങിലുള്ള ഒരു ഓഫീസിലേക്കാണ് ഒരു ഓഫീസറെ ട്രാൻസ്ഫർ ചെയ്തത്. ഇപ്പോൾ സിവിൽ സ്റ്റേഷൻ പോലുള്ള ഓഫീസ് സമുച്ചയങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഒരേ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒന്നിൽ കൂടുതൽ ഓഫീസുകൾ ഉണ്ടാവും. അപ്പൊ അതിൽ ഒരു ഓഫീസിൽ നിന്ന് ഒരു ഓഫീസറെ അതേ ബിൽഡിങ്ങിലെ തന്നെ മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവിടെ അദ്ദേഹത്തിന് ജോയിനിങ് ടൈം ഇല്ല. ഇവിടുന്ന് റിലീവ് ചെയ്യുക, അവിടെ പോയി ജോയിൻ ചെയ്യുക. ഇവിടുന്ന് ഇന്ന് വൈകുന്നേരം റിലീവ്, ഇന്ന് ആഫ്റ്റർനൂൺ റിലീവ് ചെയ്താൽ നാളെ ഫോർനൂണിൽ അവിടെ പോയി ജോയിൻ ചെയ്യണം. ഇന്ന് ഫോർനൂണിൽ റിലീവ് ചെയ്താൽ ഇന്ന് തന്നെ ആഫ്റ്റർനൂണിൽ അവിടെ പോയി ജോയിൻ ചെയ്യണം. ജോയിനിങ് ടൈമേ ഇല്ല. എങ്ങനെ? when officer is transferred to an office which is situated in the same building. അപ്പോൾ അതങ്ങനെ. ഇനി രണ്ടാമത്തെ, when an officer is transferred to an office which is situated within the headquarter of the first office. ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഓഫീസിന്റെ ഹെഡ്ക്വാർട്ടറിനകത്ത് തന്നെയുള്ള മറ്റൊരു ഓഫീസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിന് he is eligible for a joining time of a single day. Only one day can be given to him as joining time. ആ വൺ ഡേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോ ഇന്ന് ANL വെച്ചിട്ട് ഇന്ന് ആഫ്റ്റർനൂണിൽ an officer is relieved who is under orders of transfer, and the office to which he is directed to join situated within the headquarter
ഓഫ് ദിസ് ഓഫീസ്. ഏത് ഓഫീസിൽ നിന്നാണോ റിലീവ് ചെയ്തത് ആ ഓഫീസിന്റെ ഹെഡ് ക്വാർട്ടറിനകത്ത് തന്നെയുള്ള മറ്റൊരു ഓഫീസിലേക്കാണ് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തത്. അവിടെയാണ് പോയി ജോയിൻ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നോ പ്രിപ്പറേറ്ററി ടൈം, നോ ജോയിനിങ് ടൈം, ഹി ഈസ് നോ പ്രിപ്പറേറ്ററി ടൈം ആൻഡ് നോ ജേർണി ടൈം ആൻഡ് ഹി ഈസ് അലോട്ടഡ് ഓൺലി 1 day. ഒരു ദിവസം അദ്ദേഹത്തിന് കൊടുക്കും ആസ് ഹിസ് ജോയിനിങ് ടൈം. അത്രേ വേണ്ടൂ. കാരണം രണ്ടും വിത്തിൻ ദ ഹെഡ് ക്വാർട്ടറാണ്. ഒരേ ഹെഡ് ക്വാർട്ടറിലാണ് രണ്ട് ഓഫീസും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് പുതിയ സ്ഥലത്ത് താമസ സ്ഥലം കണ്ടുപിടിക്കുകയോ പുതിയ സ്ഥലത്ത് പുതിയ റെസിഡൻസ് കണ്ടുപിടിക്കുകയോ കുട്ടികളെ സ്കൂൾ മാറ്റി ചേർക്കുകയോ ഫാമിലിയെ ഷിഫ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഓൺലി സിംഗിൾ ഡേ ഈസ് ഗിവൺ ടു ഹിം ആസ് ഹിസ് ജോയിനിങ് ടൈം. ഇനി ആ സിംഗിൾ ഡേ തന്നെ എങ്ങനെയാണ്? അദ്ദേഹം ഇന്ന് ആഫ്റ്റർനൂണിലാണ് ഇന്ന് റിലീവ് ചെയ്ത്, ഇന്ന് ആഫ്റ്റർനൂണിലാണ് അദ്ദേഹം റിലീവ് ചെയ്തത്. ട്രാൻസ്ഫർ ആയിട്ട് ഇന്ന് ആഫ്റ്റർനൂണിൽ അദ്ദേഹം റിലീവ് ചെയ്തു. നാളെ ഫോർനൂണിൽ അദ്ദേഹം പുതിയ സ്റ്റേഷനിൽ പോയി ജോയിൻ ചെയ്യേണ്ട. മറ്റന്നാൾ, നാളെ എന്നുള്ള ഡേ അദ്ദേഹത്തിന്റെ ജോയിനിങ് ടൈമാണ്. നാളെ വെരി നെക്സ്റ്റ് ഡേ അദ്ദേഹത്തിന്റെ ജോയിനിങ് ടൈമാണ്. ആ വെരി നെക്സ്റ്റ് ഡേ എന്നുള്ളത് ഹോളിഡേയ്സ് ആണെങ്കിലും സൺഡേയ്സ് ആണെങ്കിലും, എന്താ ഹോളിഡേയ്സ് കൊണ്ട് വീണ്ടും സൺഡേയ്സ് പ്രത്യേകം പറയുന്നത്? ജോയിനിങ് ടൈമിൽ എല്ലാ ഹോളിഡേയ്സിനെയും പോലെ അല്ല സൺഡേ കണക്കാക്കുക. അതുകൊണ്ടാണ് വഴിയെ പഠിക്കും. സൺഡേ ആണെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ഹോളിഡേയ്സ് ആണെങ്കിലും അതൊന്നും പ്രശ്നമില്ല. അതൊക്കെ എന്തായിട്ട് കണക്കാക്കും? ഈ ജോയിനിങ് ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യും. അതായത് നാളെ ഞായറാഴ്ചയാണെങ്കിൽ അത് ജോയിനിങ് ടൈമാണ്, മറ്റന്നാൾ തിങ്കളാഴ്ച പോയി ജോയിൻ ചെയ്യണം. സാധാരണ ജോയിനിങ് ടൈമിൽ അങ്ങനെയല്ലേ? അതായി പറയുന്നത്. ഇവിടെ വിത്തിൻ ദ ഹെഡ് ക്വാർട്ടറിനകത്താണ് മറ്റുള്ള ഒരു ഓഫീസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ വാട്ട് എവർ ബി ഇറ്റ് ഈസ്, മേ ബി ഇറ്റ്സ് എ ഹോളിഡേ, മേ ബി ഇറ്റ്സ് എ സൺഡേ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്, അതൊന്നും ഇവിടെ കണക്കാക്കില്ല. ആ ഡേ എന്തായിട്ട് മാറി? അദ്ദേഹത്തിന്റെ ജോയിനിങ് ടൈമായിട്ട് മാറി. അടുത്ത ദിവസം അദ്ദേഹം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ജോയിനിങ് ടൈമായിട്ട് മാറി. മൺഡേ മോർണിംഗിൽ അദ്ദേഹം പുതിയ ഓഫീസിൽ പോയി ജോയിൻ ചെയ്യണം. ഇനി ഓഫീസർ ഇന്ന് ഫോർനൂണിലാണ് റിലീവ് ചെയ്തത്. ഇന്ന് ഫോർനൂണിൽ റിലീവ് ചെയ്തു. അദ്ദേഹം ഓഫീസിൽ പോയി ഫോർനൂണിൽ റിലീവിംഗ് ഓർഡർ വാങ്ങി റിലീവ് ചെയ്ത് അവിടുന്ന് പോന്നു. അപ്പോ ജോയിനിങ് ടൈമായിട്ട് പരിഗണിക്കുക. ദ വെരി സെയിം ഡേ ഈസ് ട്രീറ്റഡ് ആസ് ഹിസ് ജോയിനിങ് ടൈം. ഇന്ന് തന്നെ, അത് ഇന്നത്തെ ബാക്കി ദിവസം അദ്ദേഹത്തിന്റെ ജോയിനിങ് ടൈമായിട്ട് മാറി. നാളെ ഫോർനൂണിൽ അദ്ദേഹം പുതിയ ഓഫീസിൽ പോയി ജോയിൻ ചെയ്യണം. ഫലത്തിൽ ജോയിനിങ് ടൈം ഇല്ല എന്ന് നിങ്ങൾ ഒരുപക്ഷെ ധരിച്ചേക്കാം. പക്ഷെ ഇന്ന് ഫോർനൂണിൽ റിലീവ് ചെയ്താൽ ഇന്നത്തെ ബാക്കി ദിവസം ആണ് അദ്ദേഹത്തിന്റെ ജോയിനിങ് ടൈം. അത് ഒക്കെ ജോയിനിങ് ടൈമിന്റെ ഇതൊക്കെ പലപ്പോഴും ജോയിനിങ് ടൈം ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ റിലീവ് ചെയ്ത് ഫോർനൂണിൽ റിലീവ് ചെയ്തു, ഏതോ ഡേറ്റ് തരും, ആ ഡേറ്റിന് ഫോർനൂണിൽ റിലീവ് ചെയ്തു ആൻഡ് ജോയിൻഡ് അറ്റ് an office which is situated within the headquarters of the first office. When would he join at the new station എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നാളെ തന്നെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഒരു ദിവസം ജോയിൻ ടൈം എവിടെ? അത് സെയിം ഡേ ആണ്. റിലീവ് ചെയ്ത അതേ ദിവസമാണ് അദ്ദേഹത്തിന്റെ ജോയിനിങ് ടൈം. നെക്സ്റ്റ് ഡേ പോയി ജോയിൻ ചെയ്യണം. നേരെ മറിച്ച് ഇന്ന് ആഫ്റ്റർനൂണിലാണ് റിലീവ് ചെയ്തിരുന്നെങ്കിലോ നാളത്തെ ദിവസം അദ്ദേഹത്തിന് എന്തായി മാറി? ജോയിൻ ടൈമായി മാറി. അടുത്ത ദിവസം ജോയിൻ ചെയ്താൽ മതി. ഈ നാളത്തെ ദിവസം ഹോളിഡേ ആണെങ്കിലോ ആ ഹോളിഡേ അത് ഹോളിഡേ, അത് കൂടാതെ ഒരു ദിവസം കൂടി ജോയിൻ ടൈം എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ആ ഹോളിഡേ എന്തായിട്ട് മാറി? ജോയിനിങ് ടൈമായിട്ട് മാറി. നെക്സ്റ്റ് ഡേ വർക്കിംഗ് ഡേ എന്നാണോ ആ വർക്കിംഗ് ഡേയിൽ പോയിട്ട് ജോയിൻ ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് വിത്തിൻ ദ ബിൽഡിംഗ്, വിത്തിൻ ദ ഹെഡ് ക്വാർട്ടർ ഒക്കെയുള്ള ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. ഒരു ഓഫീസറുടെ ട്രാൻസ്ഫർ ഇഫ് ഇറ്റ് ഈസ് ആസ് പെർ ഹിസ് റിക്വസ്റ്റ്, അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് പ്രകാരമാണെങ്കിൽ അത് എത്ര ദൂരത്തേക്കാണെങ്കിലും ആക്ച്വൽ ജേണി ടൈം മാത്രമാണ് ജോയിനിങ് ടൈമായിട്ട് നൽകുക. അവിടെ പ്രിപ്പറേറ്ററി ടൈം ഇല്ല, ആക്ച്വൽ ജേണി ടൈം. അപ്പൊ ഈ ആക്ച്വൽ ജേണി ടൈം എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നത് ഈ ക്ലാസിന്റെ ബാക്കി ഭാഗങ്ങൾ കേട്ടാൽ മനസ്സിലാവും. അത് പിന്നെ പറയാം. എന്താണോ അദ്ദേഹത്തിന്റെ ആക്ച്വൽ ജേണി ടൈം അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ജോയിനിങ് ടൈം, എത്ര ദൂരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്താണെങ്കിലും. ജോയിനിങ് ടൈം ഈസ് ലിമിറ്റഡ് ടു
ജേണി ടൈം. എങ്ങനെയാണെങ്കിൽ if the officer's transfer is as per his റിക്വസ്റ്റ് പ്രകാരമാണെങ്കിൽ. അതേസമയം ഈ റിക്വസ്റ്റ്, ഇദ്ദേഹം കൊടുത്ത ട്രാൻസ്ഫർ റിക്വസ്റ്റ്, ഇഫ് ഇറ്റ് ഈസ് കൺസിഡേർഡ് അലോങ് വിത്ത് ദ ജനറൽ ട്രാൻസ്ഫർ ഓർഡർ, അദ്ദേഹം ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്തു, അത് അപ്പം തന്നെ ഒരു ഇൻഡിവിജ്വൽ റിക്വസ്റ്റ് ആയി പരിഗണിച്ചില്ല, അത് പരിഗണിക്കപ്പെട്ടത് ജനറൽ ട്രാൻസ്ഫർ ഓർഡറിന്റെ കൂടെയാണെങ്കിൽ ഈ നിയമം അല്ല ബാധകം. റിക്വസ്റ്റ് പ്രകാരമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് മറ്റുള്ളവരെ പോലെ സാധാരണ ട്രാൻസ്ഫറിന് എങ്ങനെയാണോ ജോയിനിങ് ടൈം എടുക്കുക, അതായത് പ്രിപ്പറേറ്ററി ടൈം കിട്ടും, ജേണി ടൈം കിട്ടും, ഇതെല്ലാം കിട്ടും, അങ്ങനെ കണക്കാക്കും. അപ്പൊ റിക്വസ്റ്റ് രണ്ട് തരത്തിലാണ് പരിഗണിക്കുക. ഒരു റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ പോയി നമ്മളെ സ്റ്റേറ്റ് ഹെഡ് ഓഫീസിൽ പോയി അത് അപ്പം തന്നെ ഓർഡർ ആക്കി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ഓൺലി ജേണി ടൈം മാത്രമാണ് ജോയിനിങ് ടൈമായി ലഭിക്കുന്നത്. അതല്ല, നമ്മൾ റിക്വസ്റ്റ് പ്രോപ്പർ ചാനൽ അയച്ചിട്ടു, അത് കൺസിഡർ ചെയ്തത് ജനറൽ ട്രാൻസ്ഫർ ഓർഡറിന്റെ കൂടെയാണ്, വേറെയും കുറേ ട്രാൻസ്ഫേഴ്സ് ഉണ്ടായിരുന്നു അതിന്റെ കൂടെയാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ആസ് പെർ റൂൾസ് എത്രയാണോ ജേണി ടൈം കൊടുക്കാൻ പറ്റുക അത് മുഴുവൻ അദ്ദേഹത്തിന് കൊടുക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള ട്രാൻസ്ഫർ ഒരുപാട് പേർക്ക് ഒരുമിച്ച് ട്രാൻസ്ഫർ ഓർഡർ കൊടുക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ പേര് നേരെ ആസ് പെർ റിക്വസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ആസ് പെർ റിക്വസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ജേണി ടൈം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. യഥാർത്ഥത്തിൽ ജനറൽ ഓർഡേഴ്സിന്റെ കൂടെയാണ് ഈ ട്രാൻസ്ഫർ റിക്വസ്റ്റ് പരിഗണിക്കപ്പെടുന്നതെങ്കിൽ ആസ് പെർ റിക്വസ്റ്റ് എഴുതേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ് ഓഫ് ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫറിംഗ് അതോറിറ്റി അങ്ങനെ ആസ് പെർ റിക്വസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്തേ കൊടുക്കാൻ പാടുള്ളൂ, ആസ് പെർ റൂൾസ് പ്രകാരം ഉള്ള ജേണി ടൈം മാത്രമാണ് അവിടെ ജേണി ടൈമായിട്ട് ജോയിനിങ് ടൈമായിട്ട് കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ റിക്വസ്റ്റ് ഇങ്ങനെയാണ്, രണ്ട് തരത്തിലാണ്. ഒന്ന്, റിക്വസ്റ്റ് അതേപടി സാങ്ഷൻ ആക്കി വന്നാൽ ഓൺലി ജോയിനിങ് ടൈം, അല്ല ഈ ജനറൽ ട്രാൻസ്ഫറിന്റെ കൂടെയാണ് പരിഗണിച്ചതെങ്കിൽ ടോട്ടൽ ജോയിനിങ് ടൈം എത്രയാണോ അത് മുഴുവൻ കിട്ടും. കാൽക്കുലേഷൻ ഓഫ് ജോയിനിങ് ടൈം. അടുത്തത് നോക്കുന്നത് കാൽക്കുലേഷൻ ഓഫ് ജോയിനിങ് ടൈം. എങ്ങനെയാണ് ഒരു ഓഫീസറുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ജോയിനിങ് ടൈം എത്ര ദിവസം കൊടുക്കാൻ പറ്റും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജോയിനിങ് ടൈം ഈസ് ദ ടോട്ടൽ ഓഫ് പ്രിപ്പറേറ്ററി ടൈം ആൻഡ് ജേണി ടൈം എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം നമുക്ക് ഹൗ ഷാൽ വി കാൽക്കുലേറ്റ് ദ പ്രിപ്പറേറ്ററി ടൈം അതിനെക്കുറിച്ചൊന്ന് പറയാം. നോർമലി പ്രിപ്പറേറ്ററി ടൈം എന്ന് പറഞ്ഞാൽ 6 ദിവസമാണ്. 6 days ഓഫ് പ്രിപ്പറേറ്ററി ടൈം ആണ് ഒരു ഓഫീസർക്ക് പ്രിപ്പറേറ്ററി ടൈമായിട്ട് കൊടുക്കുന്നത്. അതിൽ ഈ 6 ദിവസം എന്നുള്ളത് ചില നിബന്ധനകൾക്ക് വിധേയമായി 7ഉം 8ഉം ഒക്കെ ദിവസങ്ങളായിട്ട് മാറാം. എങ്ങനെയാത്? ഇപ്പോ സൺഡേസ്, ഈ പ്രിപ്പറേറ്ററി ടൈമിൽ സൺഡേസ് വരികയാണെങ്കിൽ അത് പ്രിപ്പറേറ്ററി പീരിയഡിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സാറ്റർഡേ ഈവനിങ്ങിലാണ് ഒരു ഓഫീസർ റിലീവ് ചെയ്യുന്നത്. സാറ്റർഡേ ഈവനിങ്ങിൽ റിലീവ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ആ റിലീവ് ചെയ്തതിന് ശേഷം 6 days ഓഫ് പ്രിപ്പറേറ്ററി ടൈം ആണല്ലോ. പക്ഷെ ആ 6 days ഓഫ് പ്രിപ്പറേറ്ററി ടൈമിലെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത ദിവസമായിട്ടുള്ള സൺഡേ തൊട്ടല്ല. സൺഡേ എന്നുള്ളത് പ്രിപ്പറേറ്ററി ടൈമേ അല്ല. മൺഡേ തൊട്ടാണ് 6 ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ശനിയോടുകൂടി അദ്ദേഹത്തിന്റെ പ്രിപ്പറേറ്ററി ടൈം അവസാനിക്കും. അപ്പോൾ സൺഡേ വരികയാണെങ്കിൽ ഒരു ഓഫീസറുടെ പ്രിപ്പറേറ്ററി ടൈമിൽ ഫസ്റ്റിലോ ലാസ്റ്റിലോ ഇടയ്ക്കോ സൺഡേ വരികയാണെങ്കിൽ ആ സൺഡേ ഒഴിവാക്കി പകരം മറ്റൊരു ദിവസം പ്രിപ്പറേറ്ററി ടൈമായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ഓഫീസർ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരമാണ് റിലീവ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് റിലീവ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് പ്രിപ്പറേറ്ററി ടൈം ശനിയാഴ്ച തന്നെ, നെക്സ്റ്റ് സാറ്റർഡേ ഷാൽ ബി ദ ഫസ്റ്റ് ഡേ ഓഫ് പ്രിപ്പറേറ്ററി ടൈം. പക്ഷേ സെക്കൻഡ് ഡേ ഓഫ് പ്രിപ്പറേറ്ററി ടൈം എന്ന് പറഞ്ഞാൽ സാറ്റർഡേ കഴിഞ്ഞിട്ടുള്ള സൺഡേ അല്ല, മൺഡേ ആണ്. രണ്ടാമത്തെ പ്രിപ്പറേറ്ററി ടൈം 3-ാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നത്. 2-ാമത്തെ ദിവസം തിങ്കളാഴ്ചയാണ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഫസ്റ്റിലോ അല്ലെങ്കിൽ ലാസ്റ്റിലോ, ഇനി അതല്ലെങ്കിൽ മിഡിൽ എവിടെയെങ്കിലും വെച്ചോ ഒരു സൺഡേ പ്രിപ്പറേറ്ററി ടൈം പീരിയഡിൽ വരികയാണെങ്കിൽ ആ സൺഡേക്ക് പകരം എന്ത് കൊടുക്കാം?
ഒരു ദിവസവും കൂടി കൊടുക്കാം, അധികം കൊടുക്കാം. പക്ഷെ മറ്റ് ഹോളിഡേയ്സ് ഇത് ബാധകമല്ല. സെക്കൻഡ് സാറ്റർഡേസ് വന്നാലോ, അതുപോലെ ഓണം ഹോളിഡേയ്സ് ആണെങ്കിലോ, ബക്രീദ് ആണെങ്കിലോ, അതല്ലെങ്കിൽ പൂജ ഹോളിഡേയ്സ് ആണെങ്കിലോ, എന്ത് ഹോളിഡേയ്സ് ആണെങ്കിലും, എന്ത് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻസ് ഉണ്ട്. നോർമലായിട്ട് കാണുന്ന ഹോളിഡേയ്സ് ഒന്നും പ്രിപ്പറേറ്ററി ടൈമിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യില്ല. ഇപ്പൊ റിലീവ് ചെയ്തതിന്റെ നെക്സ്റ്റ് ഡേ പൂജ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2 ദിവസം 3 ദിവസം ചിലപ്പോൾ പൂജ ഹോളിഡേ. ആ 3 ദിവസവും എന്ത് തന്നെയാണ്? പ്രിപ്പറേറ്ററി ടൈം തന്നെയാണ്. അത് എക്സെപ്റ്റ് ചെയ്ത് കൊടുക്കില്ല. സൺഡേ പോലെ എക്സെപ്റ്റ് ചെയ്ത് കൊടുക്കില്ല. എന്നാൽ സൺഡേ പോലെ എക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന വേറെയും ചില ഹോളിഡേയ്സ് ഉണ്ട്. 5 ഹോളിഡേയ്സ് ഉണ്ട്. അങ്ങനെ ഏതൊക്കെയാണ് 5 ഹോളിഡേയ്സ്? ജനുവരി 26 പ്രിപ്പറേറ്ററി ടൈമിൽ ഇടയ്ക്ക് വന്നാൽ അത് ഹോളിഡേ ആണല്ലോ. ആ ഹോളിഡേക്ക് പകരം മറ്റൊരു ദിവസം നമ്മൾ പ്രിപ്പറേറ്ററി ടൈമായിട്ട് കൊടുക്കും. പ്രിപ്പറേറ്ററി ടൈമായിട്ട് മറ്റൊരു ദിവസം കൊടുക്കും. ജനുവരി 26, അതുപോലെ മെയ് 1, അതുപോലെ ഓഗസ്റ്റ് 15, അതുപോലെ ഡിസംബർ 25, ഒക്ടോബർ 2 ആൻഡ് ഡിസംബർ 25. ഇങ്ങനെയുള്ള 5 നാഷണൽ ഹോളിഡേയ്സ്. ഏതൊക്കെയാണ് 5 നാഷണൽ ഹോളിഡേയ്സ്? ഒന്ന്, ഫസ്റ്റ് ജനുവരി 26, മെയ് 1, ഓഗസ്റ്റ് 15, ഒക്ടോബർ 2 ആൻഡ് ഡിസംബർ 25. ഈ 5 ഹോളിഡേയ്സ് പ്രിപ്പറേറ്ററി ടൈമിന് ഇടയിൽ കയറി വന്നാൽ, അല്ലെങ്കിൽ ആദ്യത്തിൽ വന്നാൽ, അല്ലെങ്കിൽ അവസാനം വന്നാൽ, എങ്ങനെയായാലും പകരം മറ്റൊരു ദിവസം പ്രിപ്പറേറ്ററി ടൈമായിട്ട് കൊടുക്കും. അപ്പൊ ഈ ഡേയ്സ് ഓർത്തു വെക്കേണ്ടത്, ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ, പ്രോബ്ലംസ് വന്നാൽ അത് കറക്റ്റായിട്ട് ചെയ്യുന്നതിന് ഏറ്റവും ആവശ്യമാണ്. ചിലപ്പോൾ ആൻ ഓഫീസർ റിലീവ്ഡ് എന്ന് പറയുന്ന ഡേറ്റ്, ആ ഡേറ്റ് ഒരു പക്ഷേ ഓഗസ്റ്റ് 12, 13 ഒക്കെ ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഡിസംബർ 22, 24 അങ്ങനെയൊക്കെ ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഈ 6 days ഓഫ് പ്രിപ്പറേറ്ററി ടൈം കണക്കാക്കുമ്പോൾ അതിനിടയ്ക്ക് ഈ ഓഗസ്റ്റ് 15 മെയ് 1, ജാനുവരി 26, ഡിസംബർ 25 ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് പകരം വേറെ ഒരു ദിവസവും കൂടി അഡീഷണൽ ആയിട്ട് കൊടുക്കാം. അതാണ് പറയുന്നത്. നമ്മൾ പ്രിപ്പറേറ്ററി ടൈം 6 days എന്ന ബ്ലാങ്ക് ആയിട്ട് പഠിച്ചു വെക്കരുത്. ഈ പ്രിപ്പറേറ്ററി ടൈം 6 days എന്നുള്ളത് പലപ്പോഴും 7, 8 ഒക്കെ ആയിട്ട് മാറാം. ആ വരുന്ന ഹോളിഡേയ്സ് അനുസരിച്ച്. ഹോളിഡേയ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഓൺലി സൺഡേയ്സ് ആൻഡ് ദീസ് 5 നാഷണൽ ഹോളിഡേയ്സ്. മറ്റേതൊരു ഹോളിഡേ വന്നാലും അത് പ്രിപ്പറേറ്ററി ടൈം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേറ്ററി ടൈം കണ്ടുപിടിക്കുക. ജേർണി ടൈമിന്റെ കാര്യം പിന്നെ പറയാം. ജോയിനിങ് ടൈമിലെ പ്രിപ്പറേറ്ററി ടൈം കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ഹോളിഡേയ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പകരം വേറൊരു ദിവസം പ്രിപ്പറേറ്ററി ടൈമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ യാത്രയാണ്. യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ടൈമിനെയാണ് നമ്മൾ ജേർണി ടൈം എന്ന് പറയുന്നത്. അവിടെയും ഇതുപോലെ തന്നെയാണ്. സൺഡേയ്സ് യാത്രയ്ക്ക് ഉള്ള ജേർണി ടൈമിൽ വന്നാൽ പകരം മറ്റൊരു ദിവസം കൊടുക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുള്ളത്. നിങ്ങൾ എപ്പോൾ ജോയിനിങ് ടൈമിലെ പ്രോബ്ലംസ് ആൻസർ ചെയ്യുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, ഒന്നെങ്കിൽ ജേർണി ടൈമിനിടയ്ക്ക് സൺഡേയ്സോ അതുപോലുള്ള ഹോളിഡേയ്സോ വരും, അതല്ലെങ്കിൽ പ്രിപ്പറേറ്ററി ടൈമിനിടയ്ക്ക് ഹോളിഡേയ്സ് വരും. ചിലപ്പോൾ പ്രോബ്ലത്തിൽ പറയും ഇന്ന ദിവസം സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു. അത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനാണ്. സെക്കൻഡ് സാറ്റർഡേ ഇതിൽ പ്രശ്നമേ അല്ല. പക്ഷേ ഇന്ന ദിവസം സെക്കൻഡ് സാറ്റർഡേ ആണെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ സൺഡേ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ആ ദിവസം ഒഴിവാക്കണം, സെക്കൻഡ് സാറ്റർഡേ നമ്മൾ ഒഴിവാക്കി കൊടുക്കരുത്. അപ്പോൾ ആ രീതിയിൽ കണക്കാക്കി നമ്മൾ പ്രിപ്പറേറ്ററി ടൈം കണ്ടുപിടിച്ചു. അതുപോലെ തന്നെയാണ് ജേർണി ടൈമിലും. ഈ സൺഡേയ്സും അതുപോലുള്ള ഈ ഹോളിഡേയ്സ് 5 ഹോളിഡേയ്സും വന്നാൽ ജേർണി ടൈമിനും പുതിയ നമ്പർ ഓഫ് ഡേയ്സ് അതിന് പകരം നൽകാവുന്നതാണ് ജേർണി ടൈമിലും. അപ്പോൾ ഇനിയിപ്പോൾ ഈ ജേർണി ടൈം പ്രിപ്പറേറ്ററി ടൈം കണ്ടുപിടിക്കാൻ ഇപ്പം നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി. എന്നാണോ റിലീവ് ചെയ്തത് അതിൻ്റെ നെക്സ്റ്റ് ഡേ തൊട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇവിടെ വീണ്ടും ബാധകമാണ്. മോർണിംഗ് ഫോർനൂണിലാണ് റിലീവ് ചെയ്തതെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് പ്രിപ്പറേറ്ററി ടൈം ദാറ്റ് ഡേ ഇറ്റ്സെൽഫ് ആണ്. ഈ ഒരാൾ വെള്ളിയാഴ്ച കാലത്ത് റിലീവ് ചെയ്തു. അതിലെ പ്രിപ്പറേറ്ററി ടൈം ആരംഭിക്കുന്നത് നെക്സ്റ്റ് ഡേ ആയിട്ടുള്ള സാറ്റർഡേ തൊട്ടല്ല.
the same day on which he relieved, because he relieved from his old station on the forenoon. ഫോർനൂണിൽ റിലീവ് ചെയ്താൽ ആ ഡേ തന്നെയാണ് ഫസ്റ്റ് ഡേ ഓഫ് പ്രിപ്പറേറ്ററി ടൈം. അതും തെറ്റാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. റിലീവ് ചെയ്ത് AN ആണോ FN ആണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. AN ആണെങ്കിൽ പ്രിപ്പറേറ്ററി ടൈമിന്റെ ഫസ്റ്റ് ഡേ ആയിട്ട് AN പോവും. ഇനി പ്രിപ്പറേറ്ററി ടൈം കൊടുക്കാത്ത ഒരു ജോയിനിങ് ടൈമാണ് നിൽക്കുക. പ്രിപ്പറേറ്ററി ടൈമിന് അർഹതയില്ലാത്ത ഒരു ജോയിൻ ടൈമാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ട്രാൻസ്ഫർ ആയിരിക്കും ഒരു പക്ഷേ. അത് ജനറൽ ട്രാൻസ്ഫറിന്റെ കൂടെ അല്ല വന്നിട്ടുള്ളത്. അങ്ങനെയാവുമ്പോൾ ജെയിൻ ടൈം മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര ദിവസം ജെയിൻ ടൈം ഉണ്ടെങ്കിൽ കണക്ക് കൂട്ടിയിട്ട് അതിലെ ഫസ്റ്റ് ഡേ ഈ റിലീവ് ചെയ്ത ആ ഡേ തന്നെയാണ് ഫസ്റ്റ് ഡേ ഓഫ് പ്രിപ്പറേറ്ററി ടൈം അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് ജേർണി ടൈം. ഡിപ്പെൻസ്. ജേർണി ടൈം ഇല്ലെങ്കിൽ ജോയിൻ ടൈം ഇല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് ജേർണി ടൈം ആ റിലീവ് ചെയ്ത ആ ദിവസം തന്നെയായിരിക്കും. ഇനി നമുക്ക് ഈ ജേർണി ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നോക്കുന്നത്. ജേർണി ടൈം കണ്ടുപിടിക്കുന്ന വിധം. ജേർണി ടൈം കണ്ടുപിടിക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് ട്രാവലിംഗ് ആണ്. ഏത് യാത്ര, ഏത് രൂപത്തിൽ, ഏത് മാർഗേന യാത്ര ചെയ്തു എന്നുള്ളതാണ്. അവിടെ ഒരു സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് റൂട്ട് വേണം സെലക്ട് ചെയ്യാൻ യാത്രയ്ക്ക്. അതേസമയം ഷോർട്ടസ്റ്റ് റൂട്ട് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെയിൽ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ട്രെയിനിനെ പോകാൻ പാടുള്ളൂ. റെയിൽ കണക്ടിവിറ്റി ഉള്ള 2 ഡെസ്റ്റിനേഷൻസ് ആണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ റിലീവ് ചെയ്ത സ്റ്റേഷനിലും അതിന് റെയിൽവേ സ്റ്റേഷനുണ്ട്, നിങ്ങൾക്ക് പോകേണ്ട സ്റ്റേഷനിലും റെയിൽവേ സ്റ്റേഷനുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രെയിൻ യാത്ര പ്രിഫർ ചെയ്യണം. പ്രിഫർ ചെയ്യല്ല, ട്രെയിൻ യാത്ര തന്നെ വേണം. അത് കഴിഞ്ഞ് റെയിൽ കണക്ടിവിറ്റി ഇല്ലെങ്കിൽ യു ക്യാൻ യൂസ് റോഡ് ആസ് യുവർ മോഡ് ഓഫ് ട്രാവലിംഗ്. അപ്പോൾ മോഡ് ഓഫ് ട്രാവലിംഗ് സെലക്ട് ചെയ്യുന്നത് ഈ ട്രാൻസ്ഫർ ആയ ഉദ്യോഗസ്ഥന്റെ ഡിസ്ക്രിപ്ഷൻ അല്ല. എന്താ, 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഷോർട്ടസ്റ്റ് റൂട്ട് സെലക്ട് ചെയ്യണം. 2, ട്രെയിൻ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ആ ട്രെയിൻ കണക്ടിവിറ്റി ഉപയോഗിക്കണം. റെയിൽ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ജേർണി ഷാൽ ബി ബൈ ദ ട്രെയിൻ. അങ്ങനെ വേണം എന്നാണ് അതിൻ്റെ ഒരു നിലവിലുള്ള ഉത്തരവ്. അങ്ങനെ നമ്മൾ യാത്രയുടെ ഏത് രീതിയിൽ യാത്ര ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കി. ട്രെയിനിൽ പോകണോ ബസ്സിൽ പോകണോ എന്നൊക്കെ നമ്മൾ കണ്ടു. അത് എവിടെ നിന്നാണോ നമ്മൾ യാത്ര തുടങ്ങുന്നത്, ഈ ട്രാൻസ്ഫർ ആകുമ്പോൾ നമ്മളുടെ യാത്ര റെയിൽവേ സ്റ്റേഷൻ ടു ഓഫീസ് എന്ന് പറയരുത്. റെയിൽവേ സ്റ്റേഷൻ ടു അവർ റെസിഡൻസ് ആണ്. ട്രാൻസ്ഫറിന് വേണ്ടി നമ്മൾ യാത്ര പോകുമ്പോൾ ഈ സാധാരണ അത് TAയിൽ പ്രത്യേകം വിശദമായി പഠിക്കും. ട്രാൻസ്ഫർ ആയ ഒരു ഓഫീസർ യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്ത ദൂരം കണക്കാക്കുന്നത് റെസിഡൻസ് ടു റെയിൽവേ സ്റ്റേഷൻ ആൻഡ് റെയിൽവേ സ്റ്റേഷൻ ടു റെസിഡൻസ്. അതായത് എവിടുന്നാണോ യാത്ര തുടങ്ങുന്നത് അവിടെ ഉള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ. ഇനി എവിടെയാണോ ട്രാൻസ്ഫർ ആയത് അവിടെ പോയി ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് എവിടെയാണോ അദ്ദേഹത്തിന്റെ പുതിയ റെസിഡൻസ് അതുവരെയുള്ള ദൂരം. പക്ഷേ അതിനൊരു വലിയ വ്യത്യാസം ഉണ്ടാവില്ല. റെസിഡൻസ് ഷാൽ ബി വിത്തിൻ ദ ഹെഡ് ക്വാർട്ടർ എന്നൊരു അലിഖിത നിയമമുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഓഫീസിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ളതാണ് എൻ്റെ റെസിഡൻസ്, അതുകൊണ്ട് ആ ദൂരം എന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല. റെസിഡൻസ് ഷാൽ ബി വിത്തിൻ ദ ഹെഡ് ക്വാർട്ടർ. അങ്ങനെയാണ്. അപ്പോൾ ആ റെസിഡൻസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നോക്കുക. അപ്പോൾ നിങ്ങളുടെ യാത്രകൾ പലപ്പോഴും ബസ്സും റോഡും റെയിലും ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് ഓരോന്നായിട്ട് നോക്കുക. ഇഫ് ദ ജേർണി ഈസ് ബൈ റെയിൽ ആണെങ്കിൽ ജേർണി ടൈം കണക്കാക്കുന്നത് 1 day ഈസ് ഗിവൺ ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 500 kilometers. 500 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളുടെ ജേർണി ടൈം ആയിട്ട് എടുക്കാം. ജേർണി ടൈം എപ്പോഴും ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഡേയ്സ് ആണ്, നമ്പർ ഓഫ് ഹവേഴ്സ് അല്ല. തെറ്റിദ്ധരിക്കേണ്ട, നമ്പർ ഓഫ് ഹവേഴ്സ് അല്ല, നമ്പർ ഓഫ് ഡേയ്സ് ആണ്. നിങ്ങളിപ്പോൾ ട്രാൻസ്ഫർ ആവുന്നത് വെറും 50 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്റ്റേഷനിലേക്കാണ്. ഇഫ് ബോത്ത് ദ സ്റ്റേഷൻസ് ആർ കണക്റ്റഡ് ബൈ റെയിൽ യു ക്യാൻ ടേക്ക് 1 day അഡീഷണൽ. അപ്പാർട്ട് ഫ്രം യുവർ പ്രിപ്പറേറ്ററി ടൈം യു ക്യാൻ ടേക്ക് 1 day അഡീഷണൽ as your journey time.
അപ്പൊ നിങ്ങൾക്ക് 7 ദിവസം പ്രിപ്പറേറ്ററി ടൈം ഉണ്ട്. എങ്ങനെ? 6ഉം ഇടയ്ക്ക് ഒരു സൺഡേയും വന്നിട്ടെന്ന് വിചാരിക്കുക. അപ്പൊ 6+1 7 ദിവസം നിങ്ങളുടെ പ്രിപ്പറേറ്ററി ടൈം. ആൻഡ് യു ഹാവ് ടു ട്രാവൽ 50 കിലോമീറ്റേഴ്സ് ബൈ റെയിൽ ആൻഡ് യു ക്യാൻ ഗെറ്റ് 1 അഡീഷണൽ ഡേ ഫോർ ദാറ്റ് ജേർണി. അപ്പൊ 7ഉം 1ഉം 8 ലീവ് ചെയ്ത് 8 ദിവസങ്ങൾ കഴിഞ്ഞ് 9ാം ദിവസം നിങ്ങൾ പുതിയ സ്റ്റേഷനിൽ ജോയിൻ ചെയ്താൽ മതി. 9th ഡേ. ഇനി 9th ഡേ ഹോളിഡേ ആണെന്ന് വെക്കുക. ആ ഹോളിഡേസ് കഴിഞ്ഞിട്ട് സിംഗിൾ ഹോളിഡേ ആണെങ്കിലും അല്ലെങ്കിൽ സീരീസ് ഓഫ് ഹോളിഡേസ് ആണ് വരുന്നത്. 9ാം ദിവസം തൊട്ട് ഒരു സീരീസ് ഓഫ് ഹോളിഡേസ് വരുന്നു. 3ഓ 4ഓ ഹോളിഡേസ് വരുന്നു. ആ 4 ദിവസം കഴിഞ്ഞ് എന്നാണോ റീഓപ്പണിംഗ്, ഓഫീസുകൾ എന്നാണ് റീഓപ്പൺ ചെയ്യുന്നത്, അന്ന് ജോയിൻ ചെയ്താൽ മതി. പലരും ട്രാൻസ്ഫർ ആകുമ്പോൾ ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് റിലീവ് ചെയ്ത് മാക്സിമം ജോയിനിങ് ടൈം കിട്ടത്തക്ക വിധത്തിലാണ് പലരും കണക്കാക്കിയിട്ട് റിലീവ് ചെയ്യുക. അപ്പൊ അത് എങ്ങനെയാ കണക്കാക്കുക? പ്രിപ്പറേറ്ററി ടൈം കണക്കാക്കാൻ അറിയണം, ജേർണി ടൈം കണക്കാക്കാൻ അറിയണം. പ്രിപ്പറേറ്ററി ടൈം കണക്കാക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജേർണി ടൈം കണക്കാക്കുന്ന വിധമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ബൈ ട്രെയിൻ ആണെങ്കിൽ 500 കിലോമീറ്റർ വരെ ഒരു ദിവസം. അത് ഈ 8 കിലോമീറ്റർ അപ്പുറം, 8 കിലോമീറ്റർ ഹെഡ് ക്വാർട്ടർ ആണല്ലോ, 8 കിലോമീറ്ററിന് അപ്പുറം 10 കിലോമീറ്ററേ ഉള്ളൂ. അതിനും നിങ്ങൾക്ക് എന്തെടുക്കാം? ഒരു ദിവസം ജേർണി ടൈം ആയിട്ട് എടുക്കാം. അതേസമയം നിങ്ങൾ പോകുന്നത് 400 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്റ്റേഷനിലാണ്. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എന്തേ പറ്റുള്ളൂ? ഒരൊറ്റ ദിവസമാണ് ജേർണി ടൈം ആയി എടുക്കാൻ പറ്റും. 501 കിലോമീറ്റർ ഉണ്ടെങ്കിലോ, തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്കാണ് ഒരു ഓഫീസറെ സ്ഥലം മാറ്റുന്നുണ്ടെങ്കിലോ, ഇറ്റ് കവേഴ്സ് മോർ ദാൻ 500 കിലോമീറ്റേഴ്സ് ഫ്രം തിരുവനന്തപുരം ടു കാസർകോട്ട്. അങ്ങനെയാണെങ്കിൽ ഈവൻ ഇഫ് ഇറ്റ് ഈസ് 501 kilometers, that officer is eligible for 2 days as his journey time. യാത്രയ്ക്കുള്ള സമയമായിട്ട് 2 ദിവസം എടുക്കാം. ഈ 2 അപ്പം നിങ്ങൾ വിചാരിക്കും 500 കിലോമീറ്റർ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വേറെ കയറുകയാണോ? അതല്ല, നിങ്ങൾക്ക് 2 ദിവസം കിട്ടും. നിങ്ങൾ യാത്ര ചെയ്ത് സിംഗിൾ ഡേ തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് കയറി നിങ്ങൾ കാസർഗോഡ് പോയി ഇറങ്ങിയതെങ്കിലും യു ആർ എലിജിബിൾ ഫോർ 2 days ആസ് യുവർ ജേർണി ടൈം. അപ്പൊ അതാണ് ബൈ ട്രെയിൻ ആണെങ്കിൽ 1 day ആണ് അപ് ടു 500 കിലോമീറ്റേഴ്സ്. ഇനി ബൈ റോഡ് ആണെങ്കിൽ അത് 150 കിലോമീറ്റേഴ്സ് ആണ്. 150 കിലോമീറ്റേഴ്സ് ഒരു ദിവസം 150 കിലോമീറ്റർ ആണ് ബൈ റോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടു. പക്ഷേ 150 കിലോമീറ്റർ അപ്പുറം നിങ്ങൾക്ക് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ട്രാവൽ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങൾ വളരെ അപൂർവമായിരിക്കും. എന്താ വെച്ചാൽ മിക്കവാറും മേഖലകൾ തമ്മിൽ റെയിൽ കണക്ടിവിറ്റി ഉണ്ട്. സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം 50, 60, 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തും? നിങ്ങളുടെ കേരളത്തിലെ ഏത് സിറ്റിയും ഏത് സ്റ്റേഷനും റെയിലുമായി കണക്ടിവിറ്റി ഒരു 150 കിലോമീറ്റർ കൂടുതൽ ദൂരം യാത്ര ചെയ്യേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് തെറ്റുകളുണ്ടോന്ന് അറിയില്ല. ഏതായാലും 150 കിലോമീറ്റർ വരെ ബൈ റോഡ് നിങ്ങൾക്ക് ഒരു ദിവസം യാത്ര ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടും ഉണ്ടെന്ന് വിചാരിച്ചാലോ, നിങ്ങളുടെ ട്രാൻസ്ഫർ ആയ ആ സ്റ്റേഷനിൽ നിന്ന്, റെസിഡൻസിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ബൈ റോഡ് പോകണം റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ. അവിടുന്ന് ഒരു 150 കിലോമീറ്റർ ബൈ റെയിൽ പോകണം നിങ്ങൾക്ക് പുതിയ സ്റ്റേഷനിൽ എത്താൻ. അവിടെ ഇറങ്ങി വീണ്ടും ഒരു 40 കിലോമീറ്റർ ബൈ റോഡ് പോകണം നിങ്ങളുടെ പുതിയ സ്റ്റേഷനിൽ നിങ്ങൾ സംഘടിപ്പിച്ച റെസിഡൻസിൽ എത്താൻ. അപ്പൊ നിങ്ങൾ ട്രാവലിംഗ് എത്രയാണ്? ഫസ്റ്റ് ഫേസ് ബൈ റോഡ് 20 കിലോമീറ്റേഴ്സ്, സെക്കൻഡ് ഫേസ് ബൈ റെയിൽ 150 കിലോമീറ്റേഴ്സ്, തേർഡ് ഫേസ് അഗെയിൻ ബൈ റോഡ് 40 കിലോമീറ്റേഴ്സ്. നിങ്ങളുടെ ജേർണി ടൈം എത്ര ദിവസം കിട്ടും? ഫസ്റ്റ് ഫേസ് ബൈ റോഡ് 20 കിലോമീറ്റേഴ്സ് ആണ്. ആ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ട് റോഡ് യാത്ര നിങ്ങൾ ഫസ്റ്റ് ഫേസ് 20 കിലോമീറ്റർ യാത്ര ചെയ്തു. ഒരു ദിവസം നിങ്ങൾക്ക് അതിലെടുക്കാം. 8 കിലോമീറ്ററിനകത്താണെങ്കിൽ എടുക്കാൻ പറ്റില്ല. എന്താ കാരണം? 8 കിലോമീറ്ററിനകത്ത് റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം റെയിൽവേ സ്റ്റേഷൻ ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ ദ ഹെഡ് ക്വാർട്ടർ എന്നാണ്. ഹെഡ്ക്വാർട്ടറിനകത്ത് റെയിൽവേ സ്റ്റേഷൻ ഉള്ളതായി കണക്കാക്കും. അപ്പൊ അങ്ങോട്ട് പോവാനുള്ള യാത്രയ്ക്ക് അഡീഷണൽ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടില്ല. 8 കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന്, നിങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട റെസിഡൻസിൽ നിന്ന്. മറ്റുള്ള സ്ഥലത്തെ വീടല്ല, ആ ഹെഡ്ക്വാർട്ടറിലുള്ള റെസിഡൻസിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട് ബൈ റോഡ് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ദിവസം ആ ജേണിക്ക് എടുക്കാം.
പിന്നെ 150 കിലോമീറ്റർ ബൈ റെയിൽ പോകണമെങ്കിൽ അതിന് വേറൊരു ദിവസം നിങ്ങൾക്ക് ജേർണി ടൈം എടുക്കാം. ഇനി അവിടെ ഇറങ്ങി വീണ്ടും 40 കിലോമീറ്റർ ബൈ റോഡ് പോകണമല്ലോ. പക്ഷെ ആ യാത്ര ഇതേ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട റോഡ് യാത്ര ആയതുകൊണ്ട് രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ട് അത് 150 കിലോമീറ്ററിൽ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അഡീഷണൽ ദിവസം കിട്ടുള്ളൂ. അതായത് ബൈ റോഡിന് 1 ഡേ എത്ര കിട്ടുക? 150 ആണ് കിട്ടുക ബൈ റോഡിന്. ഇവിടെ നിങ്ങൾ 20 കിലോമീറ്റർ ഇവിടെ യാത്ര ചെയ്തു, 40 കിലോമീറ്റർ അപ്പുറത്ത് യാത്ര ചെയ്തു. 20ഉം 40ഉം അവിടെ 60 കിലോമീറ്ററേ നിങ്ങൾ യാത്ര ചെയ്തിട്ടുള്ളൂ. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ജേർണി ടൈം കിട്ടില്ല. നിങ്ങൾ ഒരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നത് ബൈ റോഡ് ആണെങ്കിൽ അത് 2 സെക്ഷനായിട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം മാത്രമേ കിട്ടുള്ളൂ. എന്തായിട്ട്? നിങ്ങളുടെ ജേർണി ടൈം ആയിട്ട്. അതും നിങ്ങൾക്ക് ഇവിടെ 8 കിലോമീറ്ററിന് അപ്പുറത്ത് 8 കിലോമീറ്റർ അകത്ത് റെയിൽവേ സ്റ്റേഷൻ ഇവിടെയുണ്ട്. ആ പുതിയ സ്റ്റേഷനിലും നിങ്ങൾക്ക് ഇറങ്ങി സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി പുതിയ ഓഫീസ് എന്നുള്ളത് സ്റ്റേഷനിൽ നിന്നും 8 കിലോമീറ്റർ കുറവുള്ള ദൂരത്താണെങ്കിൽ ഈ 2 യാത്രകൾക്കും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ജേർണി ടൈം റോഡ് മാർഗേന യാത്ര ചെയ്തതിന് കിട്ടില്ല. ഇവിടെ 5 കിലോമീറ്റർ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ ബൈ റോഡ് യാത്ര ചെയ്തു, അവിടെ നിങ്ങൾ 7 കിലോമീറ്റർ യാത്ര ചെയ്തു. രണ്ടും 8ൽ കുറവായതുകൊണ്ട് ആ 2 ഭാഗത്തും ബൈ റോഡിന് നിങ്ങൾക്കൊരു ദിവസം കിട്ടില്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് സംശയം വരാം, ഇവിടുത്തെ 5ഉം അവിടുത്തെ 7ഉം കൂടി ടോട്ടൽ ചെയ്താൽ 8ൽ കൂടുതലില്ലേ, അപ്പോൾ ഒരു ദിവസം ബൈ റോഡിന് കിട്ടില്ലേ എന്ന്? കിട്ടില്ല. കാരണം എന്താ? 2 സ്റ്റേഷൻസും ഹെഡ്ക്വാർട്ടറിനകത്തായതുകൊണ്ട് ബോത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് ആർ കണക്റ്റഡ് ബൈ റെയിൽ എന്നാണ് അവിടെ നിയമം. 2 സ്റ്റേഷൻസും റെയിൽ കണക്ടിവിറ്റിക്ക് അകത്താണ്, വേറെ റോഡ് കണക്ടിവിറ്റി വേണ്ട. 8 കിലോമീറ്ററിനകത്ത് റെയിൽവേ സ്റ്റേഷൻ ഇവിടെയുണ്ട്, 8 കിലോമീറ്ററിനകത്ത് റെയിൽവേ സ്റ്റേഷൻ അവിടെയുണ്ട്. അപ്പോൾ റോഡ് ട്രാവലിങ്ങിന് അഡീഷണൽ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടില്ല. അങ്ങനെ ആവുമ്പോൾ ആ റെയിൽ ട്രാവലിങ്ങിന് മാത്രം 1 ഡേ അദ്ദേഹത്തിന് എന്തായിട്ട് കിട്ടും? ജേർണി ടൈം ആയിട്ട് കിട്ടും. അപ്പൊ ജേർണി ടൈം കണക്കാക്കുന്നത് അങ്ങനെയാണ്. ബൈ റോഡ് ബൈ റെയില് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ നോക്കേണ്ടത്? ബൈ റോഡ് 8 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ദിവസം അവിടെ കൊടുക്കേണ്ടതുള്ളൂ. അത് 2 എൻഡിലും കൂടി 150 കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലേ ഒരു ദിവസത്തിൽ കൂടുതൽ കൊടുക്കേണ്ടതുള്ളൂ. ഇവിടെയും ഒരു 20 കിലോമീറ്റർ, അവിടെയും ഒരു 50 കിലോമീറ്റർ, ആ രീതിയിലാണെങ്കിൽ രണ്ടും കൂടി ടോട്ടൽ ചെയ്താൽ 150ൽ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ഡേ ഈസ് ഗിവൺ ഫോർ ബോത്ത് ദ റോഡ് ട്രാവൽ ഓർ റോഡ് ജേർണി. റെയിലിന് വേറൊന്ന്. അങ്ങനെ ആകുമ്പോൾ 2 ദിവസം കിട്ടും. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്. ജേർണി ടൈം ചിലപ്പോൾ 7ഉം 2ഉം 9, ചിലപ്പോൾ 10, 11 ദിവസം വരെയൊക്കെ അതിന്റെ കോണ്ടസ്റ്റ് അനുസരിച്ച് റിലീവ് ചെയ്യുന്ന ആ ഡേറ്റ് അനുസരിച്ച് നമുക്ക് പലപ്പോഴും ജേർണി ടൈം, ജോയിനിങ് ടൈം കിട്ടാറുണ്ട്. അതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ പലപ്പോഴും വരാറുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് ഒരു ഓഫീസർ ട്രാൻസ്ഫർ ആയി. തിരുവനന്തപുരം ടു കാസർകോട് 534 കിലോമീറ്റേഴ്സ് ആയിരുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ റെസിഡൻസിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. കാസർഗോഡ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് അദ്ദേഹത്തിന്റെ പുതിയ ഓഫീസിന്റെ അടുത്തുള്ള പുതിയ റെസിഡൻസ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അലോട്ട് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ജേർണി ടൈം എത്രയാണ് എന്ന് ചോദിച്ചിരുന്നു. എങ്ങനെയാണ് നമ്മളത് കണക്കാക്കുക? തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ റെസിഡൻസിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര? 15 കിലോമീറ്റർ പറഞ്ഞത്, എന്തായാലും 8ൽ കൂടുതൽ കിലോമീറ്റർ പറഞ്ഞത്. ആ കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഒരു ദിവസം. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് 534 കിലോമീറ്റർ ഉണ്ടാവുകൊണ്ട് മോർ ദാൻ 500 കിലോമീറ്റേഴ്സ് ആയതുകൊണ്ട് 2 ഡേയ്സ് അവിടെ. ഇനി കാസർകോട്ട് നിന്ന് അദ്ദേഹത്തിന്റെ റെസിഡൻസിലേക്ക് പോവാൻ വീണ്ടും അദ്ദേഹം ഒരു 20 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അവിടുത്തെ 20ഉം തിരുവനന്തപുരത്തെ 15ഉം കൂടി 35 ആവുള്ളൂ. അതിന് പ്രത്യേകം നമ്പർ ഓഫ് ഡേയ്സ് കൊടുക്കുന്നില്ല. അപ്പൊ ടോട്ടൽ അദ്ദേഹത്തിന്റെ ട്രാവൽ ജേർണി ടൈം എത്രയാണ്? 1 ഡേ ഫോർ റോഡ് ജേർണി ആൻഡ് 2 ഡേയ്സ് ഫോർ റെയിൽ ജേർണി. മൊത്തം 3 ഡേയ്സ് അദ്ദേഹത്തിന് ജേർണി ടൈം ആയിട്ട് കിട്ടും. ജോയിനിങ് ടൈം വേറെ 6-7 ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഈ ജേർണി ടൈമിനിടയ്ക്ക് വീണ്ടും ഒരു സൺഡേയോ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ 5 ഹോളിഡേയ്സ് ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഡേയും കൂടി അഡീഷണൽ ആയിട്ട് കിട്ടും. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഇന്ന് പുതിയ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യണം. ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കും. റിലീവ് ചെയ്ത ഡേറ്റ് തന്നിട്ടുണ്ടാവും, റിലീവ് ചെയ്ത ദിവസം തന്നിട്ടുണ്ടാവും, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും.
മോഡ് ഓഫ് ട്രാവലിംഗ് എന്നുണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കണ്ടുപിടിക്കണം. അവിടെ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇന്നത് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട 1-2 ചെറിയ കാര്യങ്ങളും കൂടി ഉണ്ട്. ഓഷൻ സ്റ്റീമർ, റിവർ സ്റ്റീമർ, അത്രയൊന്നും ആവശ്യം വരുന്ന കാര്യങ്ങളല്ല. അതിന് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസും ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും ഓഷൻ സ്റ്റീമർ ആണ് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അവിടെ 350 കിലോമീറ്റേഴ്സ് ആണ് ഒരു ദിവസം ട്രാവൽ ചെയ്യേണ്ടത്. അത് റിവർ സ്റ്റീമർ ആണെങ്കിൽ 150 കിലോമീറ്റേഴ്സ് ആണ് ഒരു ദിവസം ട്രാവൽ ചെയ്യുന്നത്. ജസ്റ്റ് ആ കിലോമീറ്റർ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ബൈ 350 കിലോമീറ്റേഴ്സ് ബൈ ഓഷൻ സ്റ്റീമറിൽ പോകണമെന്നുണ്ടെങ്കിൽ 350 കിലോമീറ്റേഴ്സ് വരെ 1 day ഷാൽ ബി ഗിവൺ ആസ് ദിസ് ജേർണി ടൈം. ആൻഡ് ബൈ റിവർ സ്റ്റീമർ ആണെങ്കിൽ അത് 150 കിലോമീറ്റേഴ്സ് ആണ്. ഇതൊന്നും അല്ലാതെ ബൈ വാക്ക്, നടന്നു തന്നെ പോകണം. വേറെ കമ്മ്യൂണിക്കേഷൻ ഒന്നും, വേറെ കണക്ടിവിറ്റീസ് ഒന്നുമില്ല, നടന്നു പോകണം. അങ്ങനെ നടന്നു പോകണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം നടക്കേണ്ട ദൂരം 25 കിലോമീറ്റേഴ്സ് ആണ്. 25 കിലോമീറ്റർ നിങ്ങൾ ഒരു ദിവസം നടന്നിരിക്കണം. അഥവാ 25 കിലോമീറ്റർ വരെ നടക്കാനുണ്ടെങ്കിൽ, അതിപ്പോൾ 2 കിലോമീറ്റർ ആണെങ്കിലും 8 കിലോമീറ്റർ ആണെങ്കിലും 10 കിലോമീറ്റർ ആണെങ്കിലും നടക്കാനുള്ള ദൂരം നടന്നു തന്നെ പോകണം. ട്രാവൽ ചെയ്യാൻ മറ്റ് മോഡ് ഓഫ് കൺവെയൻസ് ഇല്ല, റോഡില്ല, റെയിലില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് 25 കിലോമീറ്റർ ആണ് മാക്സിമം ഒരു ദിവസം നടക്കേണ്ടത്. അപ്പൊ അതൊക്കെയാണ്, അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ജോയിനിങ് ടൈം. ഇങ്ങനെയാണ് ജോയിനിങ് ടൈം. ആദ്യം പ്രിപ്പറേറ്ററി ടൈം കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ ജേർണി ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. അതിന്റെ ടോട്ടലാണ് ഒരു ഓഫീസറുടെ ടോട്ടൽ ജോയിനിങ് ടൈം. ആ ജോയിനിങ് ടൈം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് അദ്ദേഹം പുതിയ സ്റ്റേഷനിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ഈ ജോയിനിങ് ടൈം ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ, ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ അതിനൊരു കോമൺ ആയിട്ടൊരു നിയമമുണ്ട്, പറയാറുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ജോയിനിങ് ടൈം ഷാൽ നോട്ട് ബി എക്സീഡ് മോർ ദാൻ 30 ഡേയ്സ് അറ്റ് എനി കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ നമ്പർ ഓഫ് ജോയിനിങ് ടൈം. അത് റിലീവ് ചെയ്ത സ്ഥലവും പറയില്ല, ഡിസ്റ്റൻസും പറയില്ല, ഒന്നും പറയില്ല. ബ്ലാങ്ക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ്, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ജോയിനിങ് ടൈം that can be allotted to an officer എന്ന് ചോദിച്ചാൽ 30 ഡേയ്സ് ആണ്, 30 ഡേയ്സ് ആണ്, ഇൻക്ലൂഡിങ് സൺഡേയ്സ്. ആ വാക്ക് മറക്കരുത്. ഇൻക്ലൂഡിങ് ഓപ്ഷൻസ് ചിലപ്പോൾ 30 ഡേയ്സ് ഉണ്ടാവും, 30 ഡേയ്സ് ഇൻക്ലൂഡിങ് സൺഡേയ്സ് ഉണ്ടാവും, 6 ഡേയ്സ് ഉണ്ടാവും, അങ്ങനെ none of the above ഉണ്ടാവും, അല്ലെങ്കിൽ ആസ് പെർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഓഫീസർ ഉണ്ടാവും. അതെങ്ങനെയായാലും 30 ഡേയ്സ് ഇൻക്ലൂഡിങ് സൺഡേയ്സ്. അതെങ്ങനെയാ വരിക എന്ന് ചോദിച്ചാൽ, 30 ദിവസമൊക്കെ ജോയിൻ ടൈം എങ്ങനെയാ വരിക എന്ന് ചോദിച്ചാൽ, റിലീവ് ചെയ്തു, അത് കഴിഞ്ഞ് ജോയിൻ ചെയ്യേണ്ട ഇടയ്ക്ക് ഈ ഓഫീസർക്ക് എന്തെങ്കിലും അപകടങ്ങളോ അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർ എവിഡൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാക്സിമം ജോയിനിങ് ടൈം 30 ദിവസം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. അതിൽ കൂടുതൽ പറ്റില്ല. അതിൽ കൂടുതലായാൽ വേറൊരു ഓവർ സ്റ്റേ ഓഫ് ജോയിനിങ് ടൈം എന്ന കാര്യമുണ്ട്. അത് നമുക്ക് അതിന്റെ വഴിയെ അത് പഠിക്കാം. ഇപ്പോ ഇങ്ങനെയാണ് ഒരു ഓഫീസറുടെ ജോയിനിങ് ടൈം കണക്കാക്കുന്നത്. ഈ ജോയിനിങ് ടൈം കണക്കാക്കിയിട്ടാണ് നമ്മൾ എന്ന് ജോയിൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ജോയിനിങ് ടൈമിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. താങ്ക് യു.